എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 57-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 57. ദൃശാ ദ്രാഖേയസ്യ ദരദരിത നീലോൽപലരുജ ദേവീയാംസം ദീനം സ്പനേ കൃപയാ മാമപി ശിവേ അനേനായം ധന്യോ ഭവതി ന ച തേ ഹാനിരിയേത വനേ വാ ഹർമ്യേ വാ സമകര നിപാതോ ഹിമകര. എന്നുകൂടെ പറയാം. ദൃശ ദ്രാഖേയസ്യ ദരദലിത നീലോൽപലരുജ ദേവീയാംസം ദീനം സ്പനയ കൃപയാ മാമപി ശിവേ അനേനായം ധന്യോ ഭവതി ന ചേ തേ ഹാനിരിയത വനേ വാ ഹർമ്യേ വാ സമകര നിപാത ഹിമകര. അല്ലയോ സർവമംഗളയായ ദേവി. ഇവിടെയും ദേവിയുടെ കണ്ണുകളെക്കുറിച്ചാണ് പറയുന്നത്. നീണ്ട കണ്ണുകളെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. അല്ലയോ സർവമംഗളയായ ദേവി, അല്പം വിടർന്ന നീലോൽപ്പലം പോലെയുള്ള നീലത്താമരയുടെ കാന്തിയോട് കൂടിയ ദീർഘമായ കടാക്ഷത്താൽ നിൻ തിരുവടിയിൽ നിന്നും അതിദൂരത്തിൽ കിടക്കുന്ന ദരിദ്രനായ എന്നെയും കരുണയോടെ സ്നാനം ചെയ്യിക്കണേ എന്ന് വെച്ചാൽ, കരുണയോടെ സ്നാനം ചെയ്യിക്കണേ എന്ന് വെച്ചാൽ ദേവിയുടെ ആ വിടർന്ന കണ്ണുകൾ, ദേവിയുടെ നീലത്താമരയുടെ ഭംഗിയുള്ള ആ നീളമുള്ള കണ്ണുകൾ കൊണ്ട് ദേവി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ അതിദൂരത്തിൽ കിടക്കുന്ന ദരിദ്രനായ ഒരാളാണ്. കാരണം ഞാൻ വലിയ സുഹൃതിയൊന്നും അല്ല, വലിയ കാര്യങ്ങളൊന്നും ചെയ്തതല്ല. പക്ഷേ വളരെ ദരിദ്രനായ ഒരാളാണ്. ദേവിയുടെ ആ കാരുണ്യം, ദേവിയുടെ ആ നോട്ടത്തിൽ നിന്നുള്ള കാരുണ്യം എനിക്കുണ്ടെങ്കിൽ എനിക്ക് എല്ലാം നേടാൻ സാധിക്കും. ഞാൻ കൃതാർത്ഥനായി തീരുന്നു. അപ്പോൾ ദേവിയുടെ ആ കണ്ണുകൾ, ദേവിയുടെ ആ നീണ്ട കണ്ണുകൾ കൊണ്ട്, നീലത്താമരയുടെ കാന്തിയുള്ള നീലത്താമരയുടെ ശോഭയുള്ള ആ കണ്ണുകൾ കൊണ്ട് വളരെ ദൂരത്തിൽ കിടക്കുന്ന, വളരെ ദൂരത്തുള്ള എന്നെ, ഈ ദരിദ്രനായ എന്നെയും കരുണയോടെ നോക്കണേ. സ്നാനം ചെയ്യിക്കണേ എന്ന് വെച്ചാൽ കരുണയോടെ എന്നെ ഒന്ന് നോക്കണേ, അല്ലെങ്കിൽ എന്നെ കടാക്ഷിക്കണേ. ദേവിയുടെ നീണ്ട നയനങ്ങൾ കൊണ്ട് എന്നെ കടാക്ഷിക്കണമേ. ആ കടാക്ഷാഭിഷേകത്താൽ, ആ ദേവിയുടെ ആ ദർശനം കിട്ടിക്കഴിയുമ്പോൾ, ദേവിയുടെ ആ കടാക്ഷം കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കൃതാർത്ഥനായി തീരുന്നു. ഇത്രമാത്രം കൊണ്ട് നിന്തിരിവടിക്കൊരു നഷ്ടവുമില്ല, ദേവിക്കൊരു നഷ്ടവുമില്ല. എന്നെ ഒന്ന് നോക്കുന്നത് കൊണ്ട്, എന്നെ കടാക്ഷിക്കുന്നതുകൊണ്ട് ദേവിക്ക് ഒരു നഷ്ടവുമില്ല. എങ്ങനെയാണോ ഹിമകരൻ അരണ്യത്തിലാകട്ടെ പ്രാസാദത്തിലാകട്ടെ ഒന്നുപോലെ തൻ്റെ കിരണങ്ങളെ വ്യാപരിപ്പിക്കുന്നുവല്ലോ, അതുപോലെ ദേവിയും, ദേവിയുടെ കടാക്ഷവും എല്ലായിടത്തും പരത്തേണമേ എന്നാണ് പറയുന്നത്. ഇവിടെ ഹിമകരൻ എന്ന് വെച്ചാൽ ചന്ദ്രൻ വനത്തിലായാലും കൊള്ളാം, അരണ്യം എന്ന് വെച്ചാൽ കാനനത്തിലായാലും കൊള്ളാം, കാട്ടിലായാലും കൊള്ളാം, പ്രാസാദത്തിലായാലും ഒന്നുപോലെയാണ് തൻ്റെ കിരണങ്ങളെ വ്യാപരിക്കുന്നത്, കിരണങ്ങളെ അയക്കുന്നത് അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുന്നത്. അത് വനത്തിലാകട്ടെ പ്രാസാദം മണിമാളികയിലാകട്ടെ എല്ലായിടത്തും ഒരുപോലെ തൻ്റെ കിരണങ്ങളെ വ്യാപിപ്പിക്കുന്നു. അല്ലയോ സർവമംഗളവേ, നിൻ തിരുവടിയുടെ സുന്ദരമായ കടാക്ഷത്താൽ ഏറ്റവും ദൂരത്ത് കിടന്നൊഴുകുന്ന സാധുവായ എന്നെയും കൂടി ഒന്ന് ദയയോടെ നോക്കണമേ, ദയയോടെ നനയ്ക്കണമേ എന്നാണ് പറയുന്നത്. വെച്ചാൽ ദേവി എന്നെ കൂടെ ഒന്ന് നോക്കണേ, ഇതുകൊണ്ട് ഞാൻ കൃതാർത്ഥനാകുന്നു. ഇങ്ങനെ എന്നെ ഒന്ന് നോക്കുന്നത് കൊണ്ട്, എന്നെ ഒന്ന് കടാക്ഷിക്കുന്നത് കൊണ്ട് ദേവിക്ക് ഒരു നഷ്ടവുമില്ല. ദേവിക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടവുമില്ല. പക്ഷേ എനിക്കാണെങ്കിലോ ലാഭമാണ്. കാരണം ദേവിയുടെ കടാക്ഷം കിട്ടുക എന്ന് വെച്ചാൽ എന്താ? സർവ്വ ഐശ്വര്യങ്ങളും കിട്ടുക എന്നാണ് അതിനർത്ഥം. അപ്പോൾ ദേവി എന്നോടുകൂടി ദയ കാണിക്കണമേ. ദേവിയുടെ ആ നീണ്ട നയനങ്ങൾ, നീലത്താമരയുടെ ഭംഗിയുള്ള ആ നീണ്ട കണ്ണുകൾ കൊണ്ട് എന്നെയും ഒന്ന് കടാക്ഷിക്കണമേ. ആ കടാക്ഷത്താൽ എനിക്ക് ധാരാളം ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും കിട്ടും. ഞാൻ കൃതാർത്ഥനാകും, ഞാൻ തൃപ്തനാകും. അമ്മേ ദേവി, എന്നെ അവിടുന്ന് ഒന്ന് നോക്കണമേ. അപ്പം ഇവിടെ ഒരു ഉപമ പറയുകയാണ്. എന്താ? ചന്ദ്രൻ കാന്താരത്തിലും പ്രാസാദത്തിലും തൻ്റെ രശ്മിയെ ഒന്നുപോലെ പരത്തുന്നില്ലേ? ഇവിടെ പറയുകയാണ് ദേവി എല്ലായിടത്തും എല്ലാവരെയും നോക്കുന്നുണ്ട്. അപ്പം ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട്
ചന്ദ്രന് തൻ്റെ പ്രകാശരശ്മികളെ വ്യാപിപ്പിക്കുന്ന അല്ലെങ്കിൽ പരത്തുന്നതിന് കാനനമെന്നോ കാന്താരമെന്നോ പ്രാസാദമെന്നോ ഇല്ല. എന്നുവെച്ചാൽ വനത്തിലായാലും മണിമാളികയിലായാലും ചന്ദ്രരശ്മികൾ ഒരുപോലെയാണ് എല്ലായിടത്തും വ്യാപിക്കുന്നത്. അങ്ങനെ അമ്മയുടെ നോട്ടം എല്ലായിടത്തും പതിക്കുമല്ലോ. അങ്ങനെ അമ്മയുടെ ആ നീണ്ട നയനങ്ങൾ കൊണ്ടുള്ള ഒരു നോട്ടം നയനങ്ങൾ കൊണ്ട് എന്നെയും കൂടെ ഒന്ന് നോക്കണമേ, എന്നെയും കൂടെ ഒന്ന് കടാക്ഷിക്കണേ. കാരണം ഞാൻ അതിദൂരത്തിൽ കിടക്കുന്ന ദരിദ്രനായ ഒരാളാണ്. അമ്മയുടെ കാരുണ്യമുണ്ടെങ്കിൽ എനിക്കെല്ലാം നേടാൻ കഴിയും. അപ്പോൾ ഏറ്റവും ദൂരത്ത് കിടന്നൊഴുകുന്ന സാധുവായ എന്നെയും കൂടി ഒന്ന് ദയവോടെ നോക്കണമേ അമ്മേ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ദേവിയുടെ ആ കടാക്ഷം, ദേവിയുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന കടാക്ഷമാണ് ഏറ്റവും വലുത്. ദേവിയുടെ ഒരു നോട്ടം പതിഞ്ഞാൽ തന്നെ എന്താണ് നമുക്കെല്ലാം, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, സമ്പൽ സമൃദ്ധി എല്ലാം ദേവി നമ്മളെ അങ്ങ് ഏറ്റെടുത്ത് കഴിയും അപ്പോഴത്തേക്ക്. അപ്പം നമ്മൾ എന്ത് വേണം? ദേവി ഉപാസകരാകുക, ദേവിയെ ഉപാസിക്കുക. ദൃശാ ദ്രാഖീയസ്യ ദരദലിത നീലോൽപലരുച ദേവീയാസം ദീനം സ്പനയ കൃപയാ മാമപി ശിവേ അനേനായം ധന്യോ ഭവതി നചതേ ഹാനിരിതയ വനേ വാ ഹർമ്യേ വാ സമകര നിപാതോ ഹിമകര. എല്ലാവർക്കും മഹാദേവിയുടെ സർവമംഗള സ്വരൂപിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.